Where were you? Madam. Drop them back safely. എനിക്ക് അടുത്ത സ്റ്റേഷൻ വരെ പോകണം. അങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവില്ല. താൻ ചെല്ല്. അപ്പൊ ബാഗ്? This is not the time. അപ്പൊ മാഡത്തിന്റെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു അല്ലേ? മനസ്സിലായില്ല. അല്ല, ബാഗ് ഇവിടം വരെ കഷ്ടപ്പെട്ട് എത്തിച്ചതേ അനിരുദ്ധിന് കൊടുക്കാനായിരുന്നെങ്കിൽ പിന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു തന്റെ കൈ കൊണ്ട് നീ തീരും. അത് എന്റെ കൈ കൊണ്ട് ആവണമെന്നായിരിക്കും നിന്റെ യോഗം. ഇനി നീ ഇവിടെ ചത്തു വീണാൽ ആരും ചോദിക്കില്ല. അതങ്ങനെ ആക്കാനും എനിക്കറിയാം. എന്തോന്നും മിണ്ടാത്തെ? ഒരു ഫോൺ കോളിന്റെ പേരിൽ എന്തൊക്കെ പുകിലായിരുന്നു ഇവിടെ. ഒരു ജേക്കബും ചെട്ടിയാരും ഒരു ബറ്റാലിയൻ പോലീസും. പിന്നെ എന്തുണ്ട് ബാക്കി? ആർക്കും വേണ്ടാത്ത 2 ഗുണ്ടകൾ. പിന്നെ ആരോ ഉണ്ടല്ലോ, അനിരുദ്ധൻ. അയാൾ എവിടുന്ന് വന്നെന്നോ എങ്ങോട്ട് പോയെന്നോ ആർക്കും അറിയില്ല. നിങ്ങളുടെ അഹങ്കാരം കാരണം നഷ്ടപ്പെട്ടതൊരു പാവം സിയുടെ ജീവന. എനിക്കതൊന്നും കേക്കണ്ട. 2 പേരുടെ മരണത്തിന് നിങ്ങൾ ഉത്തരം പറയണം. ഐ നീഡ് എ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. സർ, മാഡം, കാറിൽ നിന്ന് കിട്ടിയ ഡോക്ടറുടെ ബോഡി ഭാര്യ ഐഡന്റിഫൈ ചെയ്തു. മാഡം ഇതിനൊന്ന് സൈൻ ചെയ്യണം. ഒപ്പിട്. ഒഫീഷ്യൽ എക്സ്പ്ലനേഷൻ ഞാൻ സാറിന് തന്നേക്കാം. അറിഞ്ഞുകൊണ്ട് ചെയ്ത 2 മർഡർ എൻ്റെ ലൈഫിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. പിന്നെയാണ് അറിയാതെ പറ്റിയ ഈ 2 എണ്ണം. അതിലൊന്ന് ഒരു ഡോക്ടർ, ഒരു ക്രിമിനൽ ഡോക്ടർ, പിന്നെ ഒരു ക്രിമിനൽ പോലീസ്. സർ, നിന്നോടൊരു പ്രത്യേകിച്ച് പറയാനോടാ. പയ്യെ ഇറങ്ങാ സാറേ. എന്തായാലും ഇനിയിപ്പോ ഇവിടെ തന്നെയാണല്ലോ. നീ വെറുതെ ചൊറിഞ്ഞ് മേടിക്കണ്ട. എനിക്ക് മേലും കീഴ് നോക്കാനൊന്നുമില്ല. മര്യാദയ്ക്ക് സംസാരിച്ച സാറിന് തന്നെ ഉള്ള. പഴയ പോലീസ് സ്റ്റേഷൻ ഭീഷണി നടക്കൂല സാറേ. നമ്മയും കുറെ മാതൃകാ സ്റ്റേഷനൊക്കെ കണ്ടിട്ടുണ്ട്. എന്ത് ഭാവിച്ചാണ്? നീ പേടിക്കണ്ട. പഴയ പോലെ അടിമാളൊന്നുമല്ല നമ്മള്. മേക്കട്ടേറിയാവും മര പണി തന്നെയാണ് പോണത്. പിന്നെ നീ ഇതുവരെ കഴിച്ചതിനേക്കാളും നല്ല ഭക്ഷണവും ഇവിടെ കിട്ടും. നീ വാടാ, പറയാനുള്ളത് പറയാനോടാ. പണി പാളിട്ടാ കലിപ്പ് വിടണ്ട. നമ്മൾ തമ്മിൽ ആദ്യം പരിചയപ്പെട്ടിരുന്നു, ഓർമ്മയുണ്ടോടാ? നമുക്ക് ഇവർ വിചാരിച്ച പോലെ നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കൊടുക്കണം. ഇപ്പൊ ഒരു വെൽക്കം ഡ്രിങ്ക് കൊടുത്ത് അകത്തേക്ക് കയറ്റിവിടാം. പിന്നെ ഉള്ളിലെത്തിയിട്ട് ബുഫേ. ഇനി ഞാൻ പറയാതെ പച്ച വെള്ളം കൊടുത്തു പോരുത്. പോലീസ് സ്റ്റേഷനെ മാത്രമേ ശരിക്കും മനസ്സിലാക്കി കൊടുത്തേക്കുമാർക്ക്. പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്യാനാണെങ്കിൽ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. ഞാൻ അല്പം ബിസിയാ. അല്ലല്ല, ഇത് വേറൊരു കാര്യത്തിനാ. സെയിന്റ് തോമസ് പള്ളി അറിയാവോ?